ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചെറിയൊരു ഇൻവെർട്ടറാണ്. ചെറിയ ഇൻവെർട്ടർ എന്ന് പറയുമ്പം ഒരു പോർട്ടബിൾ ടൈപ്പ് ഇൻവെർട്ടർ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് സൈസ് കൊണ്ടും ചെറുതാണ്, അതുപോലെ ലോഡ് കപ്പാസിറ്റിയും വളരെ ചെറുതാണ്. വെറും 150 വാട്ട്സ് ലോഡ് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ക്വയർ വേവ് ഇൻവെർട്ടറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചെറിയ കടകൾക്കൊക്കെ ഉപയോഗിക്കാം, പിന്നെ തട്ടുകടകൾക്ക് ഉപയോഗിക്കാം, പിന്നെ വീട്ടിലാണെങ്കിൽ പോലും അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതായത് 150 വാട്ട്സ് എന്നൊക്കെ പറയുമ്പം ഒരു 120 വാട്ട്സൊക്കെ നമുക്ക് ഇതിനകത്ത് മാക്സിമം കൊടുക്കാൻ കിട്ടും ഔട്ട്പുട്ട്. അപ്പോൾ 120 വാട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 5 LED ബൾബ്, ഒരു ഫാന്, അല്ലെങ്കിൽ ഒരു മാക്സിമം പോയാൽ ഒരു 8-10 LED ബൾബൊക്കെ നമുക്ക് ഒരേ സമയം തെളിച്ച് വയ്ക്കാനുള്ള പവറുണ്ട് ഈ സംഭവത്തിന്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ ഇത് സ്ക്വയർ വേവ് ആണ്. അപ്പം ഫാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു സൗണ്ടൊക്കെ ഉണ്ടാവും. അത് മാത്രം, അങ്ങനത്തെ പ്രത്യേകത മാത്രമേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഇത് സൈസ് പറയാൻ കാരണം ഇത് ചാർജിങ് ഫങ്ഷൻ ഇതിനകത്തില്ല, അതായത് ഓട്ടോ ചാർജിങ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോർഡ് വളരെ ചെറുതാണ്. അപ്പം സൈസ് നല്ലപോലെ കുറയ്ക്കുക. അപ്പം ഈ സംഭവം പോർട്ടബിളാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് നടക്കാൻ പറ്റും. പിന്നെ ഇതിന് നമ്മൾ ക്ലിപ്പാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ ബാറ്ററികൾ മാറ്റി മാറ്റി ഉപയോഗിക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻവെർട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഇൻവെർട്ടർ ബോർഡ്. ഇത് 150 വാട്ട്സാണ് ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് ലോഡ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് 2 മോസ്ഫെറ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സൈസ് ചെറുതാണ്. പിന്നെ ഇതിൽ സ്വിച്ചിലേക്കും പവർ LED-ലേക്കുള്ള കണക്ഷൻ അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ബോർഡിലേക്ക് ആകെ വരുന്ന 5 കണക്ഷൻ മാത്രമാണ്. അത് ഇതിൻ്റെ പുറകിലാണ്, ഞാൻ കാണിച്ചു തരാം. കണക്ഷനൊക്കെ ഭയങ്കര സിമ്പിളാണ്. ബാറ്ററിയിലേക്ക് കൊടുക്കാനുള്ള ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്, B- B പോസിറ്റീവും. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ 12 വോൾട്ടിൻ്റെ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ 12-0-12 എന്ന് പറയുന്നതാണ് TR0TR എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് സോൾഡറിങ് ആയിട്ടോ അല്ലെങ്കിൽ സ്ക്രൂ ടൈറ്റ് ചെയ്തോ ഉപയോഗിക്കാം. പിന്നെ സ്വിച്ചിൻ്റെ വയറാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പവർ LED-യുടെ കണക്ഷനാണിത്. പിന്നെ വരുന്നതാണ് മെയിൻ പാർട്ടായിട്ടുള്ള ട്രാൻസ്ഫോമർ. നമുക്ക് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ വേണമെങ്കിലും ഇൻവെർട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ സാധാ സ്റ്റെപ്പ് ഡൗൺ ആയിട്ടുള്ള 1 ആമ്പിയർ മുതൽ 2 ആമ്പിയർ അങ്ങനെയുള്ള ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഇൻവെർട്ടർ ട്രാൻസ്ഫോമറാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കുറേ ലെഗുകൾ കൂടുതലുണ്ട്, അത് കാണിച്ചു തരാം. ഇതിൽ 0 എന്ന് പറയുന്നത് നമ്മൾ ഈ ഭാഗമാണ് നമ്മൾ ഔട്ടായിട്ട് എടുക്കുന്നത്. 0, 160, 250, 350 പറഞ്ഞ ഭാഗമാണ് നമ്മൾ ഔട്ട്പുട്ടിൽ AC വരുന്ന ഭാഗമായിട്ട് എടുക്കുന്നത്. അതിൽ നമുക്ക് ഉപയോഗമുള്ള കണക്ഷനുകൾ 0, 250 മാത്രമാണ്. 160, 350 എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻവെർട്ടറിനായി ചാർജിങ് വരുന്ന ഇൻവെർട്ടറിനായി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ്. അതിലിപ്പോൾ ചാർജിങ്ങിന് വരുന്നതാണ് ഈ 160 എന്ന് പറയുന്ന ലെഗ്. അതുപോലെ തന്നെ 350 എന്ന് പറയുന്നത് ഇത് ഈ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഹൈ വോൾട്ടേജിന് വേണ്ടിയിട്ട് പരിപാടിക്ക് അനധികൃതമായി ഉപയോഗിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ് 350. അപ്പം നമുക്ക് 160, 350 ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ഇൻസുലേഷൻ ചെയ്ത് വെക്കുന്നു. നമുക്ക് ആകെ ഔട്ടായിട്ട് എടുക്കേണ്ടത് 0, അതായത് ന്യൂട്രലായിട്ട് വരും. പിന്നെ 250 ഫേസ് ആയിട്ടും വരും. അത് നമ്മൾ നേരെ പ്ലഗിലേക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മുകളിൽ കാണുന്ന 3 ലെഗുകളാണ് 12-0-12. ഈ ബോർഡിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് സോൾഡർ ചെയ്ത് വെക്കേണ്ട ഭാഗമാണത്. പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു സ്വിച്ച്, ഒരു ഫ്യൂസ്, പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലഗ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ ഉണ്ടാക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ബോക്സാണിത്. ഒരു ചെറിയ ബോക്സാണ്, അത്യാവശ്യം ട്രാൻസ്ഫോമർ മാത്രം കയറാൻ വലുപ്പമുള്ളൊരു ബോക്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബോക്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പുറകിലുള്ള 3 പിൻ പ്ലഗിന് വേണ്ടിയിട്ടുള്ള സ്പേസ് അതിനകത്തുണ്ടോ എന്നുള്ളത് നോക്കണം. കണ്ടില്ലേ, ഈ ട്രാൻസ്ഫോമർ വരുമ്പോൾ തന്നെ അത് ഫുള്ളായി. ഈ ബോർഡിന് നമുക്കുള്ളിൽ സ്ക്രൂ ചെയ്ത് വയ്ക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ നമ്മൾ വേറൊരു വഴിയാണ് അതിന് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് വയറാണ് വേണ്ടത്. അത് 2.5 mm ബ്ലാക്ക് റെഡുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നോബിൽ ഉറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്രൊക്കഡൈൽ ക്ലിപ്പാണത്. അപ്പം നമ്മൾ ഈ 0-250 വയർ പ്ലഗിലേക്ക് കൊടുക്കുമ്പം ഇത് ചെറിയ ചെമ്പ് കമ്പികളാണ്. അപ്പോൾ അത് സ്ക്രൂ ചെയ്യുമ്പോൾ ടൈറ്റായിട്ടിരിക്കില്ല. അപ്പം നമ്മളൊരു സോൾഡർ ചെയ്തിട്ട് ഒരു വയറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ആ വയറാണ് ഈ പ്ലഗിലേക്ക് കൊടുക്കുന്നത്. അപ്പം നമ്മൾ 2 നീല വയർ അതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് ടൈപ്പൊക്കെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് പ്ലഗിലേക്ക് കൊടുക്കണം. പ്ലഗിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് പ്ലഗ് ഈ ബോക്സിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കണം. അങ്ങനെ നമ്മൾ പ്ലഗ് ബോർഡിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി വരുന്ന 0 250 നമ്മൾ 0 എന്നുള്ളത് ന്യൂട്രൽ കണക്ഷനിലേക്കും കൊടുക്കണം, അതുപോലെ 250 എന്നുള്ളത് ലൈനിലേക്കും കൊടുക്കണം. അപ്പം ഇൻവെർട്ടറിൻ്റെ AC ഔട്ട് വരുന്ന ഭാഗത്തേക്കുള്ള കണക്ഷൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇന്നായിട്ടുള്ള ഭാഗമാണ് ചെയ്യേണ്ടത്. ബോർഡിലേക്ക് വരുന്ന കണക്ഷനാണ് ഇനി കൊടുക്കാനുള്ളത്. അപ്പോൾ കണക്ഷൻ കൊടുത്ത് ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ബോർഡും കൂടി ഈ ട്രാൻസ്ഫോമറിൽ ഉറപ്പിച്ച് വെക്കണം, എന്നിട്ടാണ് നമുക്ക് ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ 12012 എന്ന് പറയുന്ന ഭാഗം ഈ ബോർഡിൻ്റെ TR0 TR എന്ന് പറയുന്ന ഭാഗത്തേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. വേണമെങ്കിൽ നമുക്ക് ബോക്സിന് സ്ഥലമുള്ളവർക്കാണെങ്കിൽ സ്ക്രൂ ചെയ്തും പിടിപ്പിക്കാം, പക്ഷേ ഞാനിവിടെ സോൾഡർ ചെയ്താണ് പിടിപ്പിക്കാൻ പോകുന്നത്. ആ ഫ്രണ്ടിലത്തെ കണക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 12012 ഏത് സോൾഡറുള്ള ഭാഗത്തേക്കാണ് വരുന്നതെന്ന്. അവിടേക്ക് നോക്കി നമുക്ക് നല്ല വൃത്തിയായിട്ട് നല്ല കനത്തിൽ സോൾഡർ ചെയ്ത് വെക്കണം ഇവിടെ. അപ്പോൾ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള 3 കണക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. 0 12 0 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുക്കാനുള്ളത് ബാറ്ററിയിലേക്ക് പോകുന്ന പോസിറ്റീവ് നെഗറ്റീവ് വയറാണ്. അത് നമുക്ക് ട്രാൻസ്ഫോമർ ബോക്സിൽ ഉറപ്പിച്ചതിന് ശേഷം സോൾഡർ ചെയ്ത് വയ്ക്കാം. അങ്ങനെ ട്രാൻസ്ഫോമർ ബോർഡിൽ നമ്മൾ ഫിക്സ് ചെയ്തു, സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പോസിറ്റീവ് നെഗറ്റീവ് വയർ കണക്ഷൻ ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. നെഗറ്റീവ് വയർ നമ്മൾ ഹോളിൽ കൂടി ഉള്ളിലേക്ക് എടുക്കുന്നു. അതിനുശേഷം അത് B നെഗറ്റീവ് എന്ന് പറയുന്ന ആ കണക്ഷൻ വരുന്ന ഭാഗത്തേക്ക് സോൾഡർ ചെയ്ത് വയ്ക്കുന്നു. കണക്ഷൻ സോൾഡർ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ പോസിറ്റീവ് എടുത്തിട്ട് നമ്മൾ നേരെ ബോർഡിലേക്കാണ് കൊടുക്കേണ്ടത്. പക്ഷേ നമുക്കൊരു ഫ്യൂസ് വെക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്യൂസ് കഴിഞ്ഞിട്ട് ഫ്യൂസിൽ നിന്നുള്ള കണക്ഷനാണ് ബോർഡിലേക്ക് കൊടുക്കാൻ പോകുന്നത്. ഫ്യൂസ് കൊടുക്കേണ്ടത് ഏറ്റവും നല്ലതാണ്. കാരണം നമ്മുടെ കണക്ഷനൊക്കെ അഥവാ ബാറ്ററിയിലേക്ക് നമ്മൾ പോസിറ്റീവിൻ്റെ അവിടെ നെഗറ്റീവിൻ്റെ അവിടെ പോസിറ്റീവ് ഒക്കെ കൊടുത്താൽ ബോർഡ് പെട്ടെന്ന് കത്തിപ്പോവും. അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂസ് കൊടുക്കുന്നത്. നമ്മളപ്പം പോസിറ്റീവിൽ നിന്നുള്ള കണക്ഷൻ നേരെ ഫ്യൂസിലേക്ക് കൊടുത്തു. പിന്നെ ഫ്യൂസിൽ നിന്നൊരു വയർ നമ്മൾ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗേജുള്ള വയർ തന്നെ അതിനും വേണം കേട്ടോ. അപ്പം ഇനി ഈ വയറാണ് നമ്മൾ ബോർഡിലേക്കുള്ള B പോസിറ്റീവിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കണക്ഷൻ കൂടി കൊടുക്കുന്നതോടെ ഇതിനകത്തുള്ള അത്യാവശ്യം എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി സ്വിച്ചും LED-യുടെയും കണക്ഷൻ മാത്രം നമ്മൾ ഫിറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ബോർഡ് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല ഫിറ്റായിട്ട് ഉള്ളിലേക്ക് സുരക്ഷിതമായിട്ട് മാറ്റി വയ്ക്കണം. നല്ല ഗേജുള്ള കമ്പികളാണ് ട്രാൻസ്ഫോമറിൻ്റെ വരുന്നത്. അപ്പോൾ നല്ല ബലത്തിൽ ബോർഡ് പൊട്ടാതെ വേണം മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. ബോർഡിൻ്റെ പ്രിൻ്റ് അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ എല്ലാ കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ചിൻ്റെ കണക്ഷൻ മാത്രമേ കൊടുക്കാനുള്ളൂ. അതുപോലെ LED ഫിറ്റ് ചെയ്യാനും കൂടിയുണ്ട്. നമുക്കൊരു 2 ചെറിയ പണിയുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ 160ഉം 350 എന്നും പറഞ്ഞ വോൾട്ടിൽ വരുന്ന 2 വയറുകളുണ്ട്. അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സുരക്ഷിതമായിട്ട് ഇൻസുലേറ്റ് ചെയ്ത് ബോർഡിൻ്റെ അടിയിലേക്ക് തന്നെ വെക്കണം. ഇനിയിപ്പോൾ നമുക്ക് സ്വിച്ചും LED കണക്ഷൻ മാത്രമാണ് ചെയ്യാനുള്ളത്. സ്വിച്ച് ബോർഡിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം സ്വിച്ചിലേക്കുള്ള 2 വയറുകൾ നമ്മൾ സോൾഡർ ചെയ്ത് വെക്കണം. എന്നിട്ട് അത് നല്ലതുപോലെ ഇൻസുലേഷൻ ചെയ്യണം. സ്വിച്ച് ചെയ്ത് തീർന്നിട്ടുണ്ട്. നല്ലതുപോലെ റബ്ബറിൻ്റെ ഇത് വെച്ചിട്ട് ഇൻസുലേഷൻ ചെയ്തു. ഇനി നമുക്ക് LED കൂടി കഴിഞ്ഞാൽ LED കൂടി ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ബോർഡിൻ്റെ ഉള്ളിലേക്കുള്ള എല്ലാ കണക്ഷനുകളും കഴിഞ്ഞിട്ടുണ്ട്. സ്വിച്ച്, LED, ട്രാൻസ്ഫോമറിൻ്റെ ബോർഡിൻ്റെ പുറത്തേക്കുള്ള ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ബാറ്ററിയിലേക്ക് പോകുന്ന വയറിൻ്റെ അവിടെ നമ്മൾ ഓരോ ടൈ ഒക്കെ വെക്കാറുണ്ട്, അല്ലെങ്കിൽ വലിഞ്ഞ് കേടായി പോകും. ടൈ വെക്കണം. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ബാറ്ററിയിലേക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഒരു ക്രൊക്കഡൈൽ ക്ലിപ്പ് കണക്ഷനാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇതാകുമ്പോൾ നല്ല പവറും കിട്ടും. നമുക്ക് ബാറ്ററികളിൽ മാറ്റി മാറ്റി കൊടുക്കാനും പറ്റും. അപ്പം നമ്മൾ ഇൻവെർട്ടർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാറ്ററി ഇവിടെയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കാം. ഇതാണ് ബാറ്ററിയുടെ പോസിറ്റീവ്. നമ്മൾ കൊടുക്കാം. അതുപോലെ
നെഗറ്റീവും കൊടുത്തു. ഇനി നമ്മൾ ഇൻവെർട്ടർ ഓൺ ആക്കുകയാണ്. ഓക്കെ, ഇൻവെർട്ടർ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട് എടുക്കണം. ഫാനാണ് എടുത്തിരിക്കുന്നത്. ഫാൻ കൊടുത്തു. ഫാൻ കറങ്ങുന്നുണ്ട്. ഇതൊരു 20 വാട്ട്സിൻ്റെ ബൾബാണ്. ബൾബാണ് കത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ചൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ബൾബിലേക്കുള്ളതും കൊടുത്തിട്ടുണ്ട്, ഫാനിലേക്കുള്ളതും കൊടുത്തിട്ടുണ്ട്.